ഇന്നലെ ഗുജറാത്തിൽ നാം കണ്ടത് ദാരുണമായ സംഭവമാണ്. വിമാനം തകർന്നു വീണു. പക്ഷേ അതിൽ അട്ടിമറി ഉണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. അതിന് കാരണം ഈ ഖാലിസ്ഥാൻ ഭീകരവാദി പന്നൂൻ്റെ ഒരു ഭീഷണിയാണ്. അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ ഇന്ത്യയെ നോട്ടമിടുകയാണ്. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇന്ത്യയിലെ വിമാനങ്ങൾ ആക്രമിക്കുമെന്നൊരു ഭീഷണിയും ആ ഭീകരവാദി മുഴക്കിയത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ വിഘടനവാദികളുടെ പങ്ക് ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതാണ്. വളരെ ദാരുണമായൊരു സംഭവം. 242 പേരിൽ 241 പേരും മരിച്ചു. ഒരാൾ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വിശ്വാസ് എന്നു പേരുള്ള ഒരാൾ. ഇവിടെ ഞാനതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്ന് സംശയിക്കണം. കാരണം മുമ്പ് നമുക്കറിയാം 2024 നവംബർ 1 മുതൽ നവംബർ 19 വരെ സിഖുകാർ വിമാനത്തിൽ യാത്ര ചെയ്യരുത്, വിമാനങ്ങൾ തകർക്കപ്പെടും, ഈ ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞാണ് ആ ഭീഷണി വന്നത്. അത് ഈ അമേരിക്കൻ പൗരത്വത്തോടുകൂടി അമേരിക്കയിൽ സ്ഥിരതാമസമായിരിക്കുന്ന പന്നു എന്ന് പറയുന്ന ഒരു വിഘടനവാദി നേതാവുണ്ട്. ഖാലിസ്ഥാൻവാദികളുടെ നേതാവാണ്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ച് അതിന് ജന്മം കൊടുത്ത ആളാണ് ഈ പന്നു. പന്നുവിൻ്റെ മുഴുവൻ പേര് ഗുർപത് വന്ത് സിംഗ് പന്നു, പന്നൂൺ എന്നും പറയും ഈ 55കാരൻ. ഇയാൾ നിരന്തരം ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുകയും ഇന്ത്യയെ കൊല്ലുക എന്ന ഒരു സ്ലോഗൻ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെയും അതുപോലെ തന്നെ മറ്റ് ഉന്നത നേതാക്കളുടെയും ഒക്കെ ട്വിറ്റർ അക്കൗണ്ടുകളിലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കുമൊക്കെ താഴെ വന്നിട്ട് ഇന്ത്യയെ കൊല്ലുക എന്ന ഒരു മുദ്രാവാക്യം എഴുതി വെക്കുന്ന ഒരാളാണ് ഈ പന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നവംബർ 1-നും, അതായത് ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഒക്ടോബർ 31-നാണ്. നവംബർ 1-ന് ഡൽഹിയിൽ കലാപം തുടങ്ങുന്നു. വലിയ തോതിൽ സിഖുകാർ വേട്ടയാടപ്പെടുന്നു. കോൺഗ്രസ് അവരെ ആക്രമിച്ച് വലിയ രീതിയിൽ ഒരുപാട് സിഖുകാരെ കൊലപ്പെടുത്തുന്നു. സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കുന്നു. അവരുടെ വീടുകൾ കൊള്ളയടിക്കുന്നു, കത്തിച്ചു കളയുന്നു, വാഹനങ്ങൾ നശിപ്പിക്കുന്നു, തീയിടുന്നു. ഇങ്ങനെ വലിയ ഒരു കലാപമാണ് ഈ സിഖുകാർക്കെതിരെ ആദ്യത്തെ 3 ദിവസം നവംബർ 1, 2, 3 ദിവസങ്ങളിൽ ഡൽഹിയിൽ അരങ്ങേറിയത്. കൃത്യം 4-ാം ദിവസമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് 4-ാം ദിവസമാണ് അവരുടെ സംസ്കാരക്രിയകളൊക്കെ നടക്കുന്നത്. ആ സംസ്കാരക്രിയകൾ നടക്കുന്നത് വരെ ആ സമയത്തിന് അടുത്തുവരെ ഡൽഹിയിൽ നടന്നത് ശരിക്കും ചോരക്കളിയായിരുന്നു. ഇങ്ങനെ മനുഷ്യരക്തം വീണ് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മണ്ണ് കുതിർന്നു, സിഖുകാരുടെ ചോര വീണ് കുതിർന്നു. അന്ന് അതിനെതിരെ അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയെ തകർക്കുക, ഈ കോൺഗ്രസ്സുകാർ ചെയ്തു കൂട്ടിയ ഈ കൊള്ളരുതായ്മയ്ക്ക്, ഈ ക്രൂരതയ്ക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സുകാരെ കൊണ്ടാണ് മറുപടി പറയിക്കേണ്ടത്. പക്ഷേ അയാൾക്ക് കോൺഗ്രസ്സുകാർ ശത്രുവേ അല്ല. മറിച്ച് ഈ ഖാലിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നാവശ്യപ്പെട്ട് സിഖുകാർ ആരംഭിച്ച പ്രക്ഷോഭമാണ്. പിന്നീട് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ ഒരു ഖാലിസ്ഥാൻ വാദത്തിന് പിന്തുണ കൊടുക്കുന്ന പന്നു ഈ കുഴപ്പങ്ങളെല്ലാം, ഈ ക്രൂരതകളെല്ലാം സിഖുകാരോട് ചെയ്ത കോൺഗ്രസിനെതിരെ ഒരക്ഷരം പറയാറില്ല എന്നുള്ളതാണ് നമ്മളെ അയാൾ ഇന്ത്യക്കെതിരെ സാധാരണക്കാരായ. ഇതിനകത്ത് BJP എന്ത് പിഴച്ചു? അന്ന് ഈ കലാപം നടക്കുമ്പോൾ ഈ കലാപം അവസാനിപ്പിക്കണമെന്നും എത്രയും പെട്ടെന്ന് അത് അടിച്ചമർത്തണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് AB വാജ്പേയിയാണ്. എന്നാൽ അന്ന് അതേസമയം ഇന്ദിരാഗാന്ധിയുടെ മകനും പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണ്? വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്നാണ് പറഞ്ഞത്. അന്ന് നിസ്സാരവൽക്കരിക്കുകയാണ് രാജീവ് ഗാന്ധി ചെയ്തത്. മറിച്ച് അന്ന് ഫോഴ്സിനെ ഉപയോഗിച്ച്, സേനയെ ഉപയോഗിച്ച് ആ കലാപത്തെ അടിച്ചമർത്തിയിരുന്നെങ്കിൽ, ആ കലാപം ഒതുക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ആൾനാശം ഉണ്ടാകില്ലായിരുന്നു, സ്വത്തുവകകളും നശിക്കില്ലായിരുന്നു. അതിന് പകരം രാജീവ് ഗാന്ധി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്ന്. ഈ വൻമരം നിൽക്കുന്നത് ഭൂമിയിലാണ് എന്ന ചിന്ത, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് രാജീവ് ഗാന്ധിക്ക് ഇല്ലാതെ പോയി, അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നവർക്ക് ഇല്ലാതെ പോയി. പകരം സിഖുകാരുടെ കൂട്ടക്കൊലയാണ് അന്ന് ഡൽഹിയിൽ അരങ്ങേറിയത്. അതിനെതിരെ ഈ പന്നൂനെ പോലുള്ളവർ അതിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ നേർക്കാണ്.
അല്ലാതെ രാജ്യത്തിൻ്റെ നേർക്കല്ല. ഇന്ന് ഈ പറയുന്നത് പോലെ അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഇയാൾക്ക് കനേഡിയൻ പൗരത്വം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ കാനഡയിലെയും ബ്രിട്ടനിലെയും അതുപോലെ അമേരിക്കയിലെയും ഒക്കെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഈ ഖാലിസ്ഥാൻ വാദികൾ എന്ത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം നയിച്ചാലും അതിനെ പിന്തുണച്ചുകൊണ്ട് പന്നു രംഗത്ത് വരാറുണ്ട്. അത് ആസൂത്രണം ചെയ്യുന്നതും പന്നു തന്നെയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ പതാക കത്തിക്കുക, ഇന്ത്യൻ പതാകയെ അപമാനിക്കുക, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുക, അങ്ങനെയുള്ളവർക്ക് ശക്തമായ പിന്തുണയും കൊടുത്തുകൊണ്ടാണ് ഈ പന്നു രംഗത്ത് വരുന്നത്. ആ പന്നുവാണ് 2024 നവംബർ 1 തൊട്ട് 19 വരെ സിഖുകാർ ഇന്ത്യയിലെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ സഞ്ചരിക്കരുത്, അത് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും സഞ്ചരിക്കരുതെന്ന് വളരെ തുറന്ന് വളരെ ഓപ്പണായിട്ടാണ് ഇയാൾ പ്രഖ്യാപിച്ചത്. അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ കൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്ന് ഈ 1-നും 19-നും ഇടയ്ക്ക് ഏതാണ്ട് 20-ലധികം ഭീഷണികളാണ് വിമാനങ്ങൾക്ക് നേരെ വന്നത്. എത്രയോ വിമാനങ്ങൾ യാത്ര റദ്ദ് ചെയ്തു, എത്രയോ വിമാനങ്ങൾ പുറപ്പെടാൻ വൈകി. പരിശോധനയൊക്കെ കഴിഞ്ഞല്ലേ. ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമാനത്തിന് ബോംബ് വെച്ചിട്ടുണ്ടെന്നൊരു ഭീഷണി വന്നാൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കാതെ അധികൃതർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്രയോ അതുകൊണ്ട് ഈ വിമാനങ്ങൾ വൈകുന്നത് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ആ നവംബർ 1-നും 19-നും ഇടയ്ക്ക് ഉണ്ടാക്കി. നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ നമ്മൾ ഇരുന്നത് കൊണ്ട് വലിയ അപകടങ്ങളുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ അഹമ്മദാബാദിൽ ഈ സംഭവം നടക്കുമ്പോൾ, അഹമ്മദാബാദ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തട്ടകമാണ്. ഇയാൾ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ മരണം സംഭവിക്കണമെന്ന് പറഞ്ഞയാളാണ്. ഈ രാഷ്ട്രീയ മരണം എന്ന് പറയുന്നത് വെറുതെയല്ല, അത് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലും സംഭവിച്ചതാണ്. ഇവിടെ നരേന്ദ്രമോദിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ അടക്കം വിദേശങ്ങളിൽ ഗുജറാത്തിൽ സംഭവിച്ചതാണല്ലേ വലിയ രീതിയിൽ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നത്, ആശങ്ക ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗുജറാത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം മോദിയുടെ നാട്ടിൽ, ഈ മോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മോദിയുടെ നാട്ടിൽ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ യാദൃശ്ചികമായ ഒരു അപകടമാണെങ്കിൽ കൂടി അത് നമ്മളെ അലോസരപ്പെടുത്തുന്നത് ചില്ലറയല്ല. പ്രത്യേകിച്ചും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മോദിയെ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളടക്കം, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഭീഷണി ഇന്ത്യക്ക് മേലുണ്ടല്ലോ. അത് എങ്ങനെ തടയാൻ കഴിയും? ഭീഷണി മാത്രമല്ല, വലിയ തോതിൽ ഫണ്ടിങ് ഉണ്ട്. അത് തടയാനാണ് അവിടെ ഒരു അജ്ഞാതൻ്റെ വിളയാട്ടം നടക്കുന്നുണ്ട്. ഈ പന്നുവിന് പോലും വലിയ ഭീഷണി ഉണ്ടായി. പന്നു കോടതിയൊക്കെ സമീപിച്ചതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പന്നുവിനെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഇന്റർപോളിനെ സമീപിക്കുകയും ഇയാൾക്കെതിരെ 2020 തൊട്ട് കേസുകളുണ്ട്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്റർപോൾ തെളിവുകളുടെ അഭാവത്തിൽ അത് തള്ളിക്കളഞ്ഞു, നിരസിച്ചു. തെളിവുകളൊക്കെ ഇന്ത്യ സമർപ്പിച്ചതാണ്, പക്ഷേ അവരുദ്ദേശിക്കുന്ന തെളിവുകൾ സമർപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടത് തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പന്നൂനെ പോലെയുള്ള ആൾക്കാർ ഈ നേരത്തെ ഇത്രയും വലിയ ഭീഷണി മുഴക്കുകയും ഇന്ത്യക്കെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഈ അഹമ്മദാബാദിലെ വിമാനാപകടം നമ്മൾ ഒട്ടും ചെറുതായിട്ട് കാണാൻ പാടില്ല. അതിന് വലിയ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. അട്ടിമറി തീർച്ചയായിട്ടും വലിയ രീതിയിൽ അട്ടിമറി സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ആ വിമാനം പറന്നു പൊങ്ങിയ ഉടനെയാണ് ഇത് സംഭവിച്ചത്. അതിനകത്ത് നിറയെ ഇന്ധനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഈ ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു, അപകടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ ഉണ്ടായ ആൾനാശത്തിന് കാരണം അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് പറയുന്നത് പോലെ ബ്ലാക്ക് ബോക്സ്, ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്താൽ മാത്രമേ, അത് പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, പല അഭ്യൂഹങ്ങളുണ്ട്. പൈലറ്റ് നിലവിളിച്ചു, സ്ഫോടന ശബ്ദം കേട്ടു തുടങ്ങിയ പലതരം അഭ്യൂഹങ്ങൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ബോക്സ് കിട്ടണം.
ആ ബ്ലാക്ക് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് സ്ഥിരീകരിക്കാനാവുള്ളൂ. എന്തായാലും ഈ പന്നു ഉയർത്തിയ ഭീഷണിയെ ചെറുതായിട്ട് കാണരുത്. ഇതിനിയും വെച്ചു പൊറുപ്പിക്കരുത്. ഇത് ഉരുക്കുമുഷ്ടികൾ ഉപയോഗിച്ച് അടിച്ചമർത്തേണ്ടതാണ്. അതിന് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറെടുക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർ അത് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ.